ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം നമോ ഭഗവതേ വൈവസ്വതായ മൃത്യവേ ബ്രഹ്മവിദ്യാചാര്യായ നചികേതസേ ച. ഓം. നമ്മുടെ ഈ സമൂഹത്തില് എല്ലാം ഉണ്ടായാലും എപ്പോഴും ചിലരുടെ മുഖഭാവം അങ്ങനെയാണ്. വിഷാദമായിരിക്കും അവരുടെ അടിസ്ഥാന വികാരം. അതൊരു തരം ശീലമാണ്. എന്തുണ്ടായാലും പോരാ പോരാ എന്നുള്ളത്. അയാളാണ് ഈ ദരിദ്രൻ എന്ന് പറയുന്നത്. ക്ഷേത്രങ്ങളിലേക്കും പോയാൽ കാണാൻ പറ്റും. എല്ലാം ഉള്ള ആളുകളൊക്കെയാണ്. ക്ഷേത്രത്തിന് ചുറ്റും കിടന്ന് വട്ടം കറങ്ങുന്ന സമയത്ത് അവരുടെ കാഞ്ചീപുരം പട്ടുസാരിയെക്കുറിച്ചും മകന്റെ കാര്യങ്ങളെക്കുറിച്ചും മകളുടെ കാര്യത്തെക്കുറിച്ചും തലേ ദിവസങ്ങളിലെ സീരിയലിന്റെ കാര്യത്തെക്കുറിച്ചും ഇങ്ങനെ ചാടിത്തുള്ളി സംസാരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ക്ഷേത്രത്തിന്റെ മുമ്പിൽ വന്ന് ശ്രീകോവിന്റെ മുമ്പിൽ വന്ന ഉടനെ തന്നെ ഈ മാവിക്ക് ഒന്ന് താഴോട്ട് ഇറക്കി ഇങ്ങനെയായി. പിന്നെ എനിക്കൊന്നും കിട്ടിയില്ല എന്നുള്ള രീതിയിൽ ഈവൻ ഭഗവാന്റെ മുമ്പിൽ പോലും അവിടെ വന്നിട്ട് പോലും ഒരിക്കലും പോലും പ്രസന്ന ചിത്തരായിട്ട് ഒരു പ്രഹസന്നിവ, അതായത് ചിരിക്കുന്ന പോലെ മന്ദസ്മിതം പൊഴിക്കുന്ന പോലുള്ളൊരു മന്ദസ്മിതം അത് കാഴ്ചവെക്കാൻ അവർക്ക് കഴിയില്ല. ഭഗവാന്റെ മുമ്പിൽ പോയിട്ട് എപ്പോഴും വേവലാദികളാണ്. ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, ഈ ഒരു മുഖഭാവമാണ് പലർക്കുള്ള. ഇവർക്ക് ദരിദ്രന്മാരാ. എവിടെയെങ്കിലും പോയിട്ട് ഭഗവാനെ സന്തോഷമായി ഭഗവാനെ എന്ന് പറയുന്ന ഞാനൊരിക്കലും മീൻ കച്ചവടക്കാരനെ കണ്ടു. ആനിക്കാട് എന്നൊരു സ്ഥലത്ത് വെച്ച്, കോട്ടയത്ത്. അങ്ങനെ അവിടെ മൂവാറ്റുപുഴ അടുത്ത്. അങ്ങനെ ആ സൈക്കിള് അങ്ങനെ കുറച്ച് മദ്യപിക്കും. ഒരു ക്രിസ്ത്യാനിയാണ്. പക്ഷെ അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്, ആനിക്കാട് ശിവക്ഷേത്രം. അതിന്റെ മുമ്പിൽ വന്നിട്ട് അങ്ങനെ ഒരു ദിവസം പറയുന്നത് എന്താ അറിയാമോ? അവിടെ 5 രൂപ അവര് ഭണ്ഡാരത്തിലിട്ടെന്ന് പറയാ. ഇന്നേ ഞാൻ സൈക്കിളിൽ നിന്ന് കാലൊടിഞ്ഞൂട്ടാ, സന്തോഷമായില്ലേ, എന്നാലും എന്റെ 5 രൂപ കിടക്കട്ടെ. ഭഗവാനോട് സംസാരിക്കുന്ന പോലെയാണ്. ഒരിക്കൽ പോലും അങ്ങനെ വീട് തീ കത്തിയാലും ഇന്ന് വീട് തീ കത്തിച്ചു അല്ലേ, നടക്കട്ടെ, അതിന്റെ പേരിൽ 5 രൂപ. ഒരിക്കൽ പോലും വേവലാതിയുടെ സ്വരം അദ്ദേഹം അവിടെ കാണിച്ചിട്ടില്ല. നേരിട്ട് കണ്ട കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായാലും അതെ, മീൻ വിറ്റിട്ട് അങ്ങനെ നഷ്ടം വന്നാലും 5 രൂപ അവിടെ ഉണ്ട്. ഇന്ന് നഷ്ട എന്നാൽ ഇവിടുത്തെ ഞാൻ മുടക്കുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരാളത്രേ. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരാളിന് മനോജ് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണത്. അപ്പൊ അതാണ് ഈ ഭഗവാന്റെ മുമ്പില് ഭഗവാൻ എന്തു തരുന്നുവോ, അല്ലെങ്കിൽ ഈ പ്രകൃതി നമുക്ക് എന്ത് തരുന്നുവോ അത് പ്രസാദ ബുദ്ധിയ സ്വീകരിക്കാൻ കയ്യിൽ പോകുന്നത് ഈശ്വരാർപ്പണ ബുദ്ധിയ. അതിന് പറ്റാത്തവരാണ് ഈ ദരിദ്രന്മാര്. എപ്പോഴും ദരിദ്രന്മാര്, അങ്ങനെയുള്ള ആളുകൾ. നമുക്ക് എന്താ അവിടെ വേണ്ടത്? റോട്ടി കപ്പടം വെക്കാൻ. രത്നഗർഭയായ ഭൂമിയിൽ എന്താ ഇല്ലാത്തത്? മഴയില്ല ഇവിടെ, വെയിലില്ല ഇവിടെ, കായ്കനികളില്ല ഇവിടെ, പച്ചില തിന്ന് ജീവിച്ചൂടെ ഇവിടെ? വെറും ഭാണ്ഡമായിട്ട് കിടന്ന് നടക്കുന്ന ആൾക്കാർ ഇവിടെ ഇല്ലേ? അവരിവിടെ ജീവിക്കുന്നില്ലേ? ഇനി നമുക്ക് പോരാത്തത് എന്ന് പറയാവുന്ന ഒരു കാര്യമുണ്ട്. കണ്ണില്ലാതിരിക്കുക, കേൾവിയില്ലാതിരിക്കുക, വർത്തമാനം പറയാൻ കഴിയാതിരിക്കുക, കാലില്ലാതിരിക്കുക, കൈയില്ലാതിരിക്കുക, നിത്യമായിട്ടുള്ള രോഗികളാവുക. ശരിയാണ്. നമുക്ക് വേണമെങ്കിൽ ഭഗവാനോട് പറയാം, എന്തിനാ ഭഗവാനെ ഞങ്ങളിങ്ങനെ ഇവിടെ കൊണ്ട് തീർത്തതെന്ന്. ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ട് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയാതെ വീണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മേലെ കിട്ടുന്നത് അപ്പോൾ മേലോട്ട് നോട്ടം. എന്നിട്ട് അത് കിട്ടിയില്ല. താഴെ തന്റെ കീഴിൽ എത്രമാത്രം, അല്ലെങ്കിൽ തന്റെ താഴെ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ, കൈയില്ലാത്തവരെ, കാലില്ലാത്തവരെ, കാണാൻ കഴിയാത്തവരെ, സംസാരിക്കാൻ കഴിയാത്തവരെ, നിത്യരോഗികളായിട്ടുള്ള ആളുകൾ, ഇതൊന്നും നോക്കിക്കാണാൻ നമുക്ക് കഴിയാറില്ല. അപ്പൊ എന്നും ചിന്തകൾ കൊണ്ടാണ് ദരിദ്രനാകുന്നത്. ദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു മാനസികാവസ്ഥയാണെന്ന് പറയാനുള്ള കാരണം അതാണ്. ദാരിദ്ര്യം ഒരിക്കൽ പോലും ആർക്കുമില്ല. അതൊരു മാനസികാവസ്ഥയാണ്. താൻ ദരിദ്രനാണ് എന്ന് കരുതുന്നവൻ ദരിദ്രനാണ്. താൻ അതേ സമയത്ത് മുമ്പ് പറഞ്ഞ പോലെ ഐ എം റിച്ച് ഇൻ മൈ പോവർട്ടി, ഞാൻ എന്റെ ദാരിദ്ര്യത്തിലും ധനികനാണെന്ന് പറയുന്ന ആൾക്കാർ എപ്പോഴും ധനികന്മാരായിരിക്കും എന്നർത്ഥം. നൈവ ദേവാന ഗന്ധർവ ന പിശാചാന രാക്ഷസാഹ ന ജാന്യ സ്വയം അക്ലിഷ്ടമോപക്ലിഷ്ടനെന്തി മാനവം. ഇവിടെ സ്വയം അക്ലിഷ്ടനായിട്ടുള്ള ഒരുവനെ ഒരിക്കൽ പോലും ദ്രോഹിക്കാൻ ഒരു പിശാചും ഒരു രാക്ഷസനും ഒരു ബാഹ്യശക്തിനോട് വരുന്നില്ല. നൈവ ദേവ ന ഗന്ധർവ ന പിശാച ന രാക്ഷസാഹ. രാക്ഷസന്മാരോ ദേവന്മാരോ ഗന്ധർവന്മാരോ പിശാചുകളോ ആരും വരുന്നില്ല. അവനവന്റെ ഉള്ളിലുള്ള ഈ പിശാജ്, ഈ ദാരിദ്ര്യ പിശാജ്, ഞാൻ ഇങ്ങനെയാണല്ലോ, ഏതോ ഒരു സിനിമ ആഖ്യാനത്തിൽ കണ്ടോ, ഇവിടൊന്നും കിട്ടിയില്ല എന്നിങ്ങനെ വിലപിക്കുന്നവൻ അവൻ എന്നും ദരിദ്രനായിരിക്കും. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത് നവിത്തേന തർപ്പണിയോ മനുഷ്യ എന്ന് പറയുന്നത്. അതേ സമയത്ത് ഉള്ളതിൽ രമിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്താണ് എനിക്കുള്ളത്?
അതിൽ രമിക്കാൻ തുടങ്ങുന്ന സമയത്ത് അയാൾ സ്വർഗസ്ഥനായി തീരുകയും ചെയ്യും. ജന്മം കൊണ്ട് ഒരാൾ ചിലപ്പോൾ ദരിദ്രനായിരിക്കാം, ജന്മം കൊണ്ട് ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളോ അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള വസ്തുക്കളോ ദരിദ്രനായിരിക്കാം. പക്ഷെ മരണസമയത്ത് ഒരാൾ ദരിദ്രനാവുന്നത് അയാളുടെ കുറ്റം കൊണ്ടാണ്. അയാൾക്ക് കിട്ടിയ ഫാക്കൽറ്റികൾ, അയാൾക്ക് കിട്ടിയിട്ടുള്ള വസ്തുവകകൾ, അയാൾക്ക് കിട്ടിയിട്ടുള്ള ധനം, അയാൾക്ക് കിട്ടിയിട്ടുള്ള ശരീരമാകുന്ന ഉത്തമമായിട്ടുള്ള ശരീരമാകുന്ന ധനം അത് അയാൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് സംഭരിക്കാൻ കഴിഞ്ഞതിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അത് അയാളുടെ ദോഷം തന്നെയാണ്. അപ്പോൾ സ്വർഗസ്ഥനാവുന്നത് എങ്ങനെയാണ്? അവനവന്റെ ചിന്തകളിലൂടെയാണ്. എപ്പോഴാണ് നരകസ്ഥനാവുന്നത്? അതുമായുള്ള ചിന്തകൾ. അതാണ് പറഞ്ഞത്, ദാരിദ്ര്യം ഒരു മാനസികാവസ്ഥയാണ്, ധനികത്വവും ഒരു മാനസികാവസ്ഥയാണ് എന്ന് സാരം. അപ്പോൾ ഇവിടെ നമ്മള് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് അദ്ദേഹം ഹസ്തനപുരിയിൽ വരുന്ന സമയത്ത് ദുശാസന്റെ വീട്ടിൽ താമസിക്കാറില്ല. ദുശാസന്റെ വീട് യമുനാ തീരത്താണ്, യമുനോട് ചേർന്നിട്ടാണ്. ആ പരപ്പിലാണ് അദ്ദേഹം വീട് പണിതത്. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനത്തെ വീടിന്റെ ആ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ദുശാസന്റെ ആണെന്ന് പറഞ്ഞിട്ട് കാണാം അവിടെ. അപ്പൊ അവിടെ യമുനയിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ ദുശാസന്റെ വീടിന്റെ മുൻപിലുള്ള പൂന്തോട്ടത്തിൽ വിവിധങ്ങളായിട്ടുള്ള പൂക്കളുണ്ട്. ആ പൂക്കളുമ്മ കാറ്റടിച്ചിട്ട് ആ കാറ്റാണ് ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ മുറിയിൽ കടന്നു വരിക. അപ്പൊ ശരിക്കും എയർ കണ്ടീഷനായിട്ട് മാത്രമല്ല, അത് പെർഫ്യൂം, നല്ല മണമുള്ള പെർഫ്യൂം അടിച്ചിട്ടുള്ള കാറ്റ് വരുന്ന പോലെ സുഗന്ധവാഹിനിയായിട്ടുള്ള കാറ്റ് അങ്ങനെയാ വരിക. അപ്പൊ കൃഷ്ണൻ അവിടെ വരുന്ന സമയത്ത് കൃഷ്ണൻ അവിടെ എല്ലാവർക്കും പേടിയാണ്, ബഹുമാനമാണ്. ദുശാസനടക്കം എല്ലാവർക്കും അതെ, കൃഷ്ണനോട് ബഹുമാനമാണ്. അപ്പൊ കൃഷ്ണനോട് അവിടെ താമസിക്കാൻ പറയും. കൃഷ്ണൻ പകൽ സമയത്തേക്ക് ദുശാസനായിട്ടും മറ്റുള്ള ആൾക്കാരുമായിട്ട് രാജ്യകാര്യങ്ങളൊക്കെ സംസാരിക്കും. വൈകുന്നേരം ആളെ കാണില്ല. വൈകുന്നേരം കഴിഞ്ഞാൽ വിദുരരുടെ കൂരയില പോയി താമസിക്കുക. അവിടെ ചാണകവും മെഴുകിയ തറയിൽ പോയി താമസിച്ച് അവിടെ ഈ ചാണകവും കറുപ്പ് നിറക്കുകയും ആകും. അവിടെ പോയിരുന്ന സത്സംഗവും കാര്യങ്ങളുമായിട്ട് കൃഷ്ണൻ അവിടെ താമസിക്കുള്ളൂ. അപ്പൊ ഒരിക്കൽ കൃഷ്ണനോട് ചോദിച്ചു, എന്താ കൃഷ്ണ ഈ ദുശാസന്റെ വീട്ടിൽ താമസിക്കാതെ കൃഷ്ണൻ പോയിട്ട് മറ്റേ ഇവിടെ എന്തായാലും പറയാ മറ്റേ ദുശാസന്റെ വീട്ടിൽ എന്താ താമസിക്കുന്നത്? അതിന് കൃഷ്ണൻ പറഞ്ഞ മറുപടി എന്താ അറിയാമോ? ദുശാസന്റെ വീട്ടില് എനിക്ക് താമസിക്കാൻ അവിടെ സൗകര്യമല്ല, അദ്ദേഹത്തിന് താമസിക്കാൻ പറ്റിയ സൗകര്യമല്ല അവിടെയുള്ളത്, അതിനുള്ള വലിപ്പം ആ വീടിനില്ല. പറഞ്ഞതിന്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കൃഷ്ണൻ സൂചിപ്പിച്ച വലിപ്പത്തിന്റെ അർത്ഥം അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഏതായാലും ബൈബിളിൽ പറയേണ്ടത്, നിനക്കും നിന്റേതുകൾക്കും കൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. നിന്റേതുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചാൽ മാത്രമേ സ്വർഗപ്രവേശം കിട്ടുള്ളൂ. മാം മദീയഞ്ച എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇതിനോട് അനുബന്ധപ്പെട്ടതാണ്. നമ്മൾ തുലാഭാരം നടത്തുന്ന സമയത്ത് അവിടെ നമുക്ക് തുല്യമായിട്ടുള്ള സാധന സാമഗ്രികൾ അവിടെ വെക്കുന്നുണ്ട്. ചകിരി കൊണ്ട് തുലാഭാരം നടത്താം, പഞ്ചസാര കൊണ്ട് തുലാഭാരം നടത്താം, സ്വർണം കൊണ്ട് തുലാഭാരം നടത്താം, എന്തുകൊണ്ട് വേണ്ടി തുലാഭാരം നടത്താം. നമുക്ക് തത്തുല്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ അതിനനുസരിച്ച് തുല്യമായിട്ടുള്ള സാധനങ്ങൾ അവിടെ വെക്കുക, ശരീരത്തിന്റെ വെയിറ്റിന്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മാം മദീയഞ്ച, ഞാനും എന്റെ ശരീരവും. അഥവാ എന്റേതുകൾ, എന്റെ ശരീരമാണല്ലോ എന്റേതുകൾ, എന്റെ മനോബുദ്ധി അഹങ്കാരാദികൾ എല്ലാം ഈ ശരീരം, ഈ മാംസപിണ്ഡം, അതിന് തത്തുല്യമായിട്ടുള്ള വസ്തുവകൾ കൊടുത്തുകൊണ്ട് ഈ ശരീരത്തെ നമ്മൾ സമർപ്പിക്കുകയാണ്. എന്നെ സമർപ്പിക്കാൻ കഴിയില്ല, കാരണം ഞാൻ നീ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ എന്റേതുകളെ മുഴുവൻ ഞാനിവിടെ സമർപ്പിക്കുകയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു തുലാഭാരം പോലും നടത്തുന്നത്. തൊഴുമ്പോൾ പോലും അങ്ങനെ തന്നെയാണ്. ജലഗന്ധ പുഷ്പ ധൂപ ദീപാദികളിലൂടെ നമ്മളെല്ലാം സമർപ്പിക്കുകയാണ്. നമ്മുടെ ഭൗതിക ശരീരത്തെ മുഴുവൻ സമർപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ അവന് മാത്രമാണ് അവനിൽ നിന്ന്, അവന്റേതുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുള്ളൂ. അപ്പൊ പറഞ്ഞു വരുന്നത്, അവസാന നിമിഷത്തില് ഈ ശരീരം പോലും ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്ന ശരീരം പോലും, ഈ പഞ്ചഭൂതാത്മ പ്രകൃതി പോലും അദ്ദേഹത്തിന് ഒരു ഭാരമാണ് വാസ്തവത്തിൽ. ആ ഭാരത്തിന്റെ വേലയാണ് വേറെ ഭാരം കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കുന്നത്. എന്ത് കെട്ടിവെച്ചാലും അദ്ദേഹത്തിന് ദുഃഖമേ ഉണ്ടാവുള്ളൂ. ആ ദുഃഖം മാറ്റാൻ വേണ്ടി വേറൊന്ന് കെട്ടിവെക്കും, അപ്പൊ അതൊരു ഡബിൾ ദുഃഖമാകും. അത് മാറ്റാൻ വേണ്ടി വേറൊന്ന് കെട്ടിവെക്കും, അപ്പൊ വേറെ ദുഃഖമാകും. ഈ പ്രപഞ്ചത്തിൽ നിന്ന് എന്ത് മാന്തി എടുത്താലും ഒരു ദുഃഖമേ ഉണ്ടാകുന്നുള്ളൂ. ആ ദുഃഖത്തെ മറികടക്കാൻ വേണ്ടി വേറെന്തെങ്കിലും അതിനനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കയറ്റിവെക്കാനാണ് മനുഷ്യൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് തനിക്ക് പ്രശ്നം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നില്ല. ഈ ഏറ്റുവാങ്ങല്, അതിന് തിരിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്നൊരു പ്രക്രിയ, അതിനെക്കുറിച്ച് അയാൾ ബോധവാനല്ല എന്ന് സാരം. ഇവിടെ നചികേതസ് പറയുന്നത്, നവിത്തേനും തർപ്പണിയോ മനുഷ്യ, ഇങ്ങോട്ട് ഏറ്റെടുത്തിട്ടൊന്നും ആരും വലുതായിട്ടില്ല. ഏറ്റെടുത്തൊക്കെ ഒരു സുപ്രഭാതത്തിൽ പോകും. അന്ന് ഏറ്റെടുത്തതിന് ദുഃഖം, പോകുന്നതിന് വേറൊരു ദുഃഖം, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വേറൊരു ദുഃഖം. ഇതിനൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന രീതിയിലാണ് നചികേതസ് ഇതുവരെ കാര്യങ്ങൾ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇവിടെ പ്രത്യേകം ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞോട്ടെ.
ഒരിക്കലും ഭൗതികമായിട്ടുള്ള ധനം മോശമാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഭൗതികമായിട്ട് ധനം കൂട്ടിവെക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല. റിയലി വെൽത്ത് ഈസ് ഇന്നസെന്റ്. നമ്മളെ കൂട്ടിവെക്കുന്ന ധനം അതായിട്ട് നമ്മളെ ദ്രോഹിക്കുന്നില്ല. അവർ ഫിലോസഫി ഒരിക്കലും എവിടെയും ഒരു പ്രമാണം അവർ ഫിലോസഫി ഈസ് നോട്ട് അഗെയിൻസ്റ്റ് വെൽത്ത് എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർ ഫിലോസഫി ഈസ് നോട്ട് സെറ്റ് എവിടെയെങ്കിലും റിനൗൺസ് യുവർ വെൽത്ത്, പരിപൂർണമായിട്ട് നിങ്ങൾ ധനമെടുത്ത് കളയുക എന്ന് നമ്മളുടെ ഫിലോസഫി എവിടെയും ഡിക്ലെയർ ചെയ്തിട്ടില്ല. പക്ഷെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ധനത്തെ സ്വീകരിക്കാൻ, ആ ധനത്തെ സ്വാംശീകരിക്കാനുള്ള ആ ഒരു ഇൻസാഷ്യബിൾ തേഴ്സ്റ്റ്, സ്പൃഹ എന്നാണ് പറയുക. അതിനുള്ള താല്പര്യമല്ല, സ്പൃഹ, ഉൾക്കടവും തീവ്രവുമായിട്ടുള്ള ആ ഒരു താല്പര്യം, അതിനാണ് സ്പൃഹ എന്ന് പറയുന്നത്. അതിനെ ഒന്ന് മാറ്റിവെക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജന്മം മുഴുവൻ അതിനു വേണ്ടി വിനിയോഗിക്കരുത്. പിന്നെ മറ്റൊരു കാര്യം, ഏതൊരു വസ്തുവിനും അതിന്റെ മൂല്യമുണ്ട്. 1 രൂപയ്ക്ക് അതിന്റെ മൂല്യമേ ഉള്ളൂ, അതിന് 10 രൂപയുടെ മൂല്യമില്ല. അതും കൂടി കേട്ടറിയണം. ഒരിക്കൽ പോലും സമ്പൂർണത നമ്മളുടെ ഭൗതിക ധനങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല. അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ധനമുണ്ടാക്കരുത്. നിങ്ങൾക്ക് എവിടെയെങ്കിലും കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ധനം വേണമല്ലോ, വസ്ത്രം എടുക്കണമെങ്കിൽ ധനം വേണമല്ലോ. അപ്പൊ ധനം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല, ധനസംഭരണം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. അതിലൂടെ സമ്പൂർണത കൈവരും എന്ന് വിചാരിക്കരുത് എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ എന്ന് സാരം. നമ്മൾക്ക് എന്തുണ്ട് എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഒരിക്കൽ പോലും വൈവിശ്യപ്പെടരുത്. എന്തുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിവശരാകരുത്. ആന്തരികവും അതുപോലെ ഭൗതികവുമായിട്ടുള്ള ആ അവസ്ഥകൾ കണ്ടറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള ഒരു കർമ്മമണ്ഡലം തിരഞ്ഞെടുത്ത് അവിടെ മനസ്സാ വജസാ കർമ്മണ യഥാവിധം അധ്വാനിച്ച് വ്യയം ചെയ്ത് അതിൽ നിന്ന് എന്ത് കിട്ടുന്നുവോ അത് യജ്ഞരൂപേണ അനുഭവിക്കുന്ന ആളുകൾ ശോകത്തെ മറികടക്കുക ചെയ്യുന്നത്. കുറെ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അതാണ് എന്തുണ്ട് എന്നുള്ളതിനെ എന്തുണ്ട്, തനിക്ക് എന്തുണ്ട്, ഇനി എന്തുണ്ടാക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് വൈവിശ്യപ്പെടേണ്ട ആവശ്യമില്ല എന്ന് സാരം. താൻ പ്രവർത്തിക്കുന്ന മണ്ഡലം തന്റെ ആന്തരികവും ഭൗതികവുമായിട്ടുള്ള വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടായിരിക്കണം. ആദ്യം തന്നെ തന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കണം. തന്നാരോ എന്ന് പറയുന്നത് നിസ്സാര ഭരണിക്ക് പാടുന്ന പാട്ടിന്റെ ആന്തരാർത്ഥം കൂടി മനസ്സിലാക്കണം. കസ്തും കോഹം കുതായാതക എന്നുള്ള തനി മലയാളമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് വിവശപ്പെടരുത് എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താ? നമുക്കുണ്ടാകേണ്ടത് നമുക്കുണ്ടാകും. എങ്ങനെ? ഈ വിധത്തിലാണെങ്കിൽ തന്റെ ആന്തരികവും ഭൗതികവുമായിട്ടുള്ള ബാഹ്യവുമായിട്ടുള്ള അവസ്ഥകൾ ആദ്യം കണ്ടറിയണം. തന്റെ സ്വം താൻ തിരിച്ചറിയണം. തന്റെ അസ്മിത, അത് തന്റെ ഐഡന്റിറ്റി, അത് ആ ബോധം തനിക്ക് ഉണ്ടാകണം. അതിനനുസരിച്ചിട്ടുള്ള ഒരു കർമ്മമണ്ഡല തെരഞ്ഞെടുക്കാൻ പാടുള്ളൂ. 2 കാര്യമില്ല. PT ഉഷയുടെ പോലെ ഓട്ടക്കാരിയാവണം, അത് നടക്കണ കാര്യമല്ല. 2 കണ്ണുമില്ലാത്തൊരു ചിത്രകാരനാവാൻ പറ്റില്ല. സംസാരിക്കാൻ കഴിയാത്ത ഊമയ്ക്ക് യേശുദാസാവാൻ പറ്റില്ല. അപ്പൊ തന്റെ കർമ്മമണ്ഡലം തെരഞ്ഞെടുക്കുന്നതിനും അതിനും വേണ്ടി ബുദ്ധി ഉപയോഗിക്കണം. ആ ബുദ്ധി ഉപയോഗിക്കാൻ അവനവന് കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആചാര്യന്മാരെ സമീപിക്കണം. അപ്പോൾ ഇവിടെ കർമ്മമണ്ഡലം, അതിനനുസരിച്ചുള്ള കർമ്മമണ്ഡലം തെരഞ്ഞെടുത്ത് അവിടെ കർമ്മമണ്ഡലം തെരഞ്ഞെടുത്തുകൊണ്ട് കാര്യമില്ല. മനസ്സാ വജസാ കർമ്മണ വ്യായാമം ചെയ്യണം, അവിടെ അധ്വാനിക്കണം. അതിൽ നിന്ന് എന്ത് കിട്ടുന്നുവോ, വാട്ട് എവർ യു ഗെറ്റ് ട്രൈ ടു എന്റർടൈൻ. അത് വിചാരിച്ച പോലെ തന്നെ കിട്ടണമെന്നില്ല. നമ്മളൊരു എന്തെങ്കിലും ഒരു ചക്കക്കുരു കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ വരിക്കച്ചക്ക തന്നെ ഉണ്ടാവണമെന്നൊന്നുമില്ല. ചില വരിക്കച്ചക്കയുടെ കുരു വെച്ചിട്ട് കൂടച്ചക്ക ഉണ്ടാവും, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ച ഫലം തന്നെ കിട്ടണമെന്നില്ല. എന്താണോ കിട്ടുന്നത് ആ കിട്ടിയതുകൊണ്ട് സംതൃപ്തിപ്പെടുന്നു എന്ന് സാരം. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ സങ്കടത്തിന്റെ ആവശ്യമില്ല, കൂടിപ്പോയാൽ വല്ലാതെ സന്തോഷിക്കേണ്ട ആവശ്യമില്ല. അപ്പോ അതിന് എന്ത് കിട്ടുന്നുവോ അത് യജ്ഞരൂപേണ അനുഭവിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. യജ്ഞരൂപേണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഏതൊരു വ്യയവും അതിന് പരിപൂർത്തീകരണം വരണമെങ്കിൽ ഈ പ്രകൃതി കൂടി കനിയണം. ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ അതും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മളുടെ അധ്വാനത്തെ പരിപൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. പണ്ടൊക്കെയും കൃഷി നടക്കുന്ന സമയത്ത് അത് പ്രത്യക്ഷത്തിൽ നമുക്കറിയാൻ കഴിയും. കൃഷിയായിട്ട് വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സൂര്യൻ കനിയണം, ചന്ദ്രൻ കനിയണം, കാർമേഘം കനിയണം, പഞ്ചഭൂതങ്ങൾ മുഴുവൻ കനിയണം, മഴ കൃത്യമായിട്ട് കിട്ടണം, മഴ കൂടുതൽ വരരുത്, മഴ കുറഞ്ഞു പോരരുത്, അതിവൃഷ്ടി അപകടം, അനാവൃഷ്ടി അപകടം,
ഇതെല്ലാം കൂടി ഒത്തുവരണം. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം. പ്രകൃതി ഒരു പാർട്ട്ണറാണ് അതിനകത്ത്. ഇതുപോലെ ഈ സമഷ്ടി ഇല്ലെങ്കിൽ നമുക്ക് വിഷ്ടിക്ക് എന്ത് അധ്വാനത്തിനാ വിലയുണ്ടാകുക? ഇങ്ങനെ കിടന്ന് നടക്കുന്നു, എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ തിന്നുന്നു, എന്നിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങുന്നു. അപ്പൊ ഇവിടെ സമഷ്ടി സമൂഹ ജീവ ആകുന്ന സമയത്ത് സമഷ്ടി ഇല്ലെങ്കിൽ വെഷ്ടിയില്ല. അതുകൊണ്ടാണ് പറയുന്നത് യജ്ഞരൂപേണ അനുഭവിക്കാൻ പറയുന്നത്. അതിൽ കൂട്ടായ്മയുടെ യജ്ഞം എന്താണെന്നൊക്കെ ഇതിന്റെ നേരത്തെയും പിന്നീടും ഗീതയിലേക്കും വളരെ വിശദമായിട്ട് പറയും. എവിടെയെങ്കിലും വെച്ച് നമ്മൾ ആ ഒരു പോർഷനിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എവിടെയെങ്കിലും വെച്ച് അത് കാണാൻ കഴിയും. അപ്പൊ യജ്ഞരൂപേണ സമഷ്ടിയുണ്ട്. സമഷ്ടിയുള്ളത് കൊണ്ടാണ് ഞാൻ വെഷ്ടിയായിട്ട് ഇവിടെ നിലനിൽക്കുന്നതിന് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് കിട്ടുന്നത് അത് യജ്ഞരൂപേണ അനുഭവിക്കുന്നു. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ശോകം, ദുഃഖം അയാളെ ഒരിക്കലും പിടികൂടാൻ വരുന്നില്ല എന്ന് സാരം. ഇവിടെ നമ്മള് കുറേ സാധനങ്ങൾ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അയാളുടെ അസ്തിത്വവും അയാളുടെ വ്യക്തിത്വവും അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു കൂടി നോക്കണം. രണ്ടാളുകൾ വിളിച്ചു വരുത്തി. ഒരാൾ വലിയൊരു കോടീശ്വരനാണ്, ഒരാൾക്ക് ഒന്നുമില്ല. ഇയാൾ അയ്യോ അയ്യോ എന്ന് നിലവിളിച്ച് കരയാൻ തുടങ്ങി. അപ്പം ദൈവം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിന്റെ കയ്യിൽ 1 കോടി രൂപയില്ലേ? ഇവന്റെ കയ്യിൽ 10 പൈസയില്ല, നീ നിന്റെ കയ്യിൽ 50 ലക്ഷം കൊടുക്ക്. 50 ലക്ഷം കൊടുത്തു. അത് കഴിഞ്ഞൊരു 5 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും ഈ കരച്ചിൽ കേട്ടപ്പോൾ ദൈവം അവിടെ വന്നപ്പോൾ സ്ഥിതി എന്താ? വീണ്ടും അവന്റെ കയ്യിൽ 1 കോടി ഉണ്ട്, ഇവന്റെ കയ്യിൽ 10 പൈസയില്ല. ഇവന്റെ കയ്യിൽ 50 ലക്ഷം അങ്ങോട്ട് പോയി. കട്ടും കവർന്ന് എടുത്തതല്ല, ഇവനത് കൈകാര്യം ചെയ്യാൻ അറിയില്ല. അവന് കൈകാര്യം ചെയ്യാൻ അറിയാം, ഇവന്റെ സ്വത്ത് അങ്ങോട്ട് പോയി. അപ്പോ കുറെ ഉണ്ടായിട്ട് കാര്യമില്ല. ആ ഉണ്ടാകുന്നത് ആർക്ക്? അവനതെങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും? അതുകൊണ്ടാണ് പറയുന്നത് തന്റെ ഐഡന്റിറ്റി താൻ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ചുള്ള കർമ്മമണ്ഡലമേ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു കർമ്മമണ്ഡലത്തിലും അയാൾ വിജയിക്കാൻ പോകുന്നില്ല. അയാളുടെ ഇച്ഛകൾക്കനുസരിച്ചുള്ള കർമ്മമണ്ഡലം തിരഞ്ഞെടുത്ത് കാര്യമില്ല. അയാളുടെ ആന്തരികവും ഭൗതികമായിട്ടുള്ള അവസ്ഥകൾക്ക് അനുസൃതമായിട്ടുള്ള കർമ്മമണ്ഡലം തിരഞ്ഞെടുത്ത് അവിടെ അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടുന്ന കാര്യം എന്തോ അതിൽ സാറ്റിസ്ഫാക്ഷൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അയാൾ വിജയിച്ചു എന്ന് സാരം. ഇവിടെ എല്ലാവർക്കും ഉണ്ടായിരിക്കും ജീവിതാനുഭവങ്ങൾ. ഒന്നുമില്ലാതെ ഒരു ഭാണ്ഡമെടുത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ആളുകൾ, അവർ പോലും ലോകം ഭരിക്കുന്ന ആളുകളുണ്ട്. അതേസമയത്ത് വീടിനകത്ത് 2, 3 തലമുറയ്ക്ക് ഇരുന്ന് തിന്നാനുള്ള സ്വത്ത് എങ്ങനെയോ കൈവന്ന ആളുകൾ, അവരതിന്റെ മേലിൽ കയറിയിരുന്ന് പൂതിരിച്ചു പോയിട്ടുള്ള ചരിത്രവും നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറെ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് നചികേതസ് പറഞ്ഞത്, ഞാൻ രാജാവിന്റെ മകനാണ്, വേണ്ടത്രയുണ്ട്, അതിന്റെ ഫലം എന്താണ്, അതിന്റെ ഗുണം എന്താണ്, അത് ഞാൻ അനുഭവിച്ചതാണ്, ഇനിയും എനിക്ക് കൂടുതലൊന്നും വേണ്ട എന്ന് പറയാനുള്ള കാര്യമാണ്. അതാണ് അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് വേണ്ടത് എന്താണ്? എനിക്ക് ആത്മബോധമാണ് വേണ്ടത്. ആത്മനാ വിന്ദതേ വീര്യം എന്ന് ശ്രുതി. ആത്മവിദ്യയാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള വീര്യം, ആത്യന്തികമായിട്ടുള്ള വീര്യം ലഭിക്കൂ എന്നെനിക്കറിയാം. എനിക്കത് മാത്രം മതി എന്ന് ഡിക്ലെയർ ചെയ്യാനുള്ള കാരണം അതാണ് എന്ന് സാരം. മോക്ഷം വീര്യം ലഭിക്കൂ എന്ന് പറഞ്ഞാൽ, വീര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മോക്ഷം എന്നാണ് കണക്കിലെടുക്കുന്നത്. ആയതുകൊണ്ട് ഐ എം നോട്ട് വില്ലിംഗ് ടു കോംപ്രമൈസ് അറ്റ് ഓൾ. അങ്ങ് പറഞ്ഞ കാര്യങ്ങളായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് വരണീയം ആത്മവിദ്യ മാത്രം. മേ വരണീയ വരസ്തു സഹ ഏവ പരസ്തു മേ വരണീയ സ ഏവ യഥാത്മവിജ്ഞാനം. ഇത് ആത്മവിജ്ഞാനം, അത് ആത്മവിജ്ഞാനം മാത്രമാണ്. അതിൽ നിന്ന് ഇപ്പുറത്തും അപ്പുറത്തുമുള്ള ഒന്നും എനിക്ക് വേണ്ടതില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. അടുത്ത ശ്ലോകം 27ാമത്തെ ശ്ലോകം. അജീര്യതാം അമൃതാനാമുപേത്യ ജേര്യൻ മർത്യ ക്വദസ്ത പ്രജാനൻ അഭിജ്ഞായൻ വർണ്ണരതി പ്രമോദാൻ അതിദീർഘേ ജീവിതേ കോരമേത. അജീര്യതാം അമൃതാനാമുപേത്യ ജേര്യൻ മർത്യ ക്വദസ്ത പ്രജാനൻ അഭിധ്യായൻ വർണ്ണരതി പ്രമോദാൻ അതിദീർഘേ ജീവിതേ കോരമേത. അജീര്യതാം അമൃതാനാം, ജീർണത ഏതുമില്ലാത്ത അഥവാ മരണമില്ലാത്ത ദേവന്മാരുടെ ഉപേത്യ അവിടെ സമീപിച്ച് അവരുടെ സമീപത്ത് അണഞ്ഞിട്ട് ത്വദസ്ഥ ഭൂമിയിൽ തൊട്ട് താഴെയുള്ള, അതായത് അധസ്ഥിതമായിട്ടുള്ള ലോകത്തില് ജീര്യൻ ജനാമരണങ്ങളോട് കൂടിയിട്ടുള്ള ആളുകൾ, കഹ മർത്യഹ അങ്ങനെയുള്ള ഏതൊരു മനുഷ്യനാണ് വർണ്ണരതി പ്രമോദാൻ, വർണ്ണം രതി ഇവയിൽ നിന്നുണ്ടാകുന്ന പ്രമോദത്തെ അഥവാ സന്തോഷത്തെ, ഗാനങ്ങള്, ക്രീഡകള്, മനോഹാരിതയായിരുന്ന ഈ താഴെയുള്ള ജീവിതങ്ങള്,
അതിൽ നിന്നുണ്ടാകുന്ന അല്പസുഖങ്ങളെ അവിദ്യായൻ നിരൂപണം ചെയ്തറിയുന്നവനായിട്ട് സൃഷ്ടി സ്ഥിതി നാശങ്ങളെ നിരൂപണം ചെയ്തിട്ട് അതിദീർഘേ ഏറ്റവും ദീർഘമായ വളരെ സംവത്സരം നീണ്ടു നിൽക്കുന്ന ജീവിതേ രമതേ ജീവിതത്തിൽ രമിക്കുന്നത്. ദേവന്മാരുടെ അടുത്ത് ചെന്ന് യഥാർത്ഥത്തിലുള്ള ജീർണത ഏതുമില്ലാത്ത അമൃതസ്വരൂപികളായിട്ടുള്ള ദേവന്മാർ വസിക്കുന്ന ദേവലോകത്തിൽ ചെന്ന ഒരുവൻ പിന്നെ ഈ ഉണ്ടായിട്ടില്ലാതായി പോകുന്ന ജീർണിച്ചു പോകുന്ന മർത്യന്മാര്, മോർട്ടൽ കോയിൽസ്, മരണമുള്ള ആളുകള്, ശരീരമുള്ളവര്, ശീര്യതീതി ശരീരം, കൊഴിഞ്ഞു പോകുന്ന സ്വരൂപമാണ് ശരീരം, അതുള്ളവര്, ദഹ്യതീതി ദേഹം, ദഹിച്ചു പോകുന്ന ദേഹമുള്ള ആളുകൾ എല്ലാം അങ്ങനെയാണ്. ഇത് മാത്രമല്ല, ഈ ദേഹം മാത്രമല്ല, ഈ ദേഹവും പ്രപഞ്ചം തന്നെയാണ്, പ്രകർഷണ പഞ്ചം തന്നെയാണ്, ഭൂതഗ്രാമം തന്നെയാണ്, ചുറ്റുപാടുകളും ഭൂതഗ്രാമം തന്നെയാണ്. ഇന്നത് കാണും, നാളെ വേറെ രൂപത്തിലാകും. അതായത് അതിങ്ങനെ നാശത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നാശത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന, മരണത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മൃതിയുള്ള ഈ ലോകത്തെ ആരാ ഇഷ്ടപ്പെടുക? ആ ലോകത്തിൽ കുറേ കാലം ജീവിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് അത് കൂടുതൽ ദുഃഖമല്ലേ ഉണ്ടാകുക? അത് ബുദ്ധിയുള്ള ആരെങ്കിലും അത് ഇഷ്ടപ്പെടുമോ? ഇങ്ങനെയുള്ള ഒരു ദേവലോകത്തിൽ വന്ന് അങ്ങേപ്പുറമുള്ള ദേവന്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള അധസ്ഥിതമായിട്ടുള്ള ലോകത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും കെഞ്ചുമോ? ബുദ്ധിയുള്ള ആരെങ്കിലും കെഞ്ചുമോ എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ശ്ലോകം ആരംഭിക്കുന്നത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.